ഇതാണ് ഉത്തരേന്ത്യയിലെ അവസ്ഥ. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് കേരളത്തിൽ ശ്രീജിത്ത് പന്തളം നടത്തിയ ഒരു പ്രതിഷേധ രീതി വല്ലാത്ത പ്രതിഷേധ രീതി തന്നെയാണ്. ശ്രീജിത്ത് പന്തളം ലൈവിൽ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കേരളക്കരക്ക് ആഘോഷമാണ്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പന്തളം ജിയുടെ ആ ഒരു ലൈവ് കാണാൻ മലയാളികൾ മുന്നോട്ട് വരും. കാരണം ആ ലൈവിൽ മലയാളികൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടാകും. ഇതാ ഇപ്രാവശ്യവും വന്നിരിക്കുന്നു. ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പന്തളം ജിയുടെ ശക്തമായ പ്രതിഷേധം. അതായത് ചൈനയുടെ പതാക എന്ന രീതിയിൽ ഒരു പതാക താഴെ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്ന് മീശ പിരിച്ച് പന്തളം ജിയുടെ ഒരു നോട്ടമാണ്. ആ നോട്ടം ഉടൻ തന്നെ വൈറലായി. പന്തളം ജി ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംഘികളുടെ വലിയ നേതാവല്ലേ, ഉടൻ തന്നെ വൈറലായി. പന്തളം ജി ഇതാ ചൈനയുടെ പതാകയ്ക്ക് മുകളിൽ കാല് കുത്തി നിന്ന് മീശ പിരിച്ച് ആൺകുട്ടിയായി നിന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വൈറലായി. പിന്നെ പറയേണ്ടതില്ല. പക്ഷേ ആ പതാക യഥാർത്ഥത്തിൽ ചൈനയുടെ പതാക അല്ലായിരുന്നു എന്ന് മാത്രം. ആ പതാക ഏതോ ഒരു രാജ്യത്തിന്റെ പതാകയാണ്. ആ ഏതോ ഒരു രാജ്യം ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പന്തളം ജിയെ പിടിച്ച് അകത്തിടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പതാക ചൈനക്കില്ല. ചൈനയുടെ പതാക എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റാർ ഉണ്ടാകും, അതിന് ചുറ്റും ചെറിയ ചെറിയ 4 സ്റ്റാർ. ഇതാണ് ചൈനയുടെ പതാക. പക്ഷേ പന്തളം ജിയുടെ പതാകയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റാറുകളുണ്ട്. അതായത് ചൈനയുടെ പതാകയിൽ 5 സ്റ്റാറുകൾ ഉണ്ടല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, ഒരുപാട് സ്റ്റാർ അങ്ങ് വരച്ചു വെച്ചേക്കാം. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്റ്റാർ ഉണ്ട്. ഇനി ഈ കേരളത്തിലെ മലയാളികൾക്കൊന്നും ഈ ചൈനയുടെ പതാകയൊന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണ പന്തളം ജിക്കുണ്ടായിരുന്നു. പക്ഷെ പന്തളം ജി ആകെ പെട്ടുപോയി, നാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി മണ്ടന്മാർ ഇന്ത്യയെ നാറ്റിക്കും. ഒപ്പം വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പതാകയാണ് എങ്കിൽ ആ രാജ്യം ഇവനെ തേടിയിട്ട് അടുത്തു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വരാനും സാധ്യതയുണ്ട്. ഇനി ഇത്തരം TV തല്ലി പൊളിക്കുന്ന മണ്ടന്മാരോട് പറയാനുള്ളത്, സത്യത്തിൽ നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ചെയ്യുന്നത്? തങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന്, ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് TV എടുത്ത് വലിച്ചെറിയും. ഇത് കാണുന്ന കപട രാജ്യസ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് TVയെ ഇങ്ങനെ ചവിട്ടി പൊളിക്കും. സത്യത്തിൽ ഇതൊരു വിഡ്ഢിത്തമല്ലേ? നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു TV, അത് ചൈനീസ് കമ്പനിക്ക് അതിൻ്റെ പൈസ ലഭിക്കുകയും ആ പൈസ അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ചൈന ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ചൈനയിലെ ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കാം. ആ പൈസ എത്തി അത് ഉപയോഗിക്കേണ്ട ഇടത്തൊക്കെ അവർ ഉപയോഗിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും പോയി, നിങ്ങൾക്കൊരു TVയും ലഭിച്ചു. ചൈന ഇതുപോലെയുള്ള പ്രശ്നത്തിൽ ഏർപ്പെട്ട സമയത്ത് ആ TV എടുത്ത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? ആ TV പൊട്ടിച്ചു കഴിഞ്ഞാൽ ചൈനക്ക് പൈസ കിട്ടാതിരിക്കുമോ? അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിലവിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങാതിരിക്കുക, ചൈനീസ് ഉപകരണങ്ങളെ ബഹിഷ്കരിക്കുക. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ അടങ്ങുന്ന അധികാരികൾ അത് നിർത്തലാക്കാൻ മുന്നോട്ട് വരിക. ഇതൊക്കെയല്ലേ മാന്യമായിട്ടുള്ള രീതി. അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ ആറ്റം ബോംബ് വീണ് പൊട്ടുകയൊന്നുമില്ല. ഇതൊക്കെ വിഡ്ഢിത്തരമാണ്. ഇത്തരം വിഡ്ഢിത്തരങ്ങളിൽ നിന്ന് മാറിയിട്ട് സങ്കുചിതമായി കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു പ്രതിഷേധം ചൈനയെ അറിയിക്കാൻ വേണ്ടി സാധിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.